നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അവഗണിക്കുന്ന ഒരു കാര്യമാണ് MCQ സോൾവിങ്. അപ്പോൾ പല കുട്ടികളും പഠിച്ചിട്ട് MCQs സോൾവ് ചെയ്യാം എന്ന് ചിന്തിച്ചിട്ട് ചെയ്യാണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം കുട്ടികളുണ്ട്. ചില കുട്ടികൾ ഡെയിലി MCQs ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൽ നിന്ന് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണാത്ത കുറച്ച് സ്റ്റുഡൻസുകളുണ്ടാകും. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ ഡോക്ടർ ഗോപിക, യുവർ ക്വാറന്റൈൻ ടീച്ചർ. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് MCQ സോൾവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, അതായത് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, ഇതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ MCQ ഡെയിലി സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പം ഒരു സബ്ജക്റ്റ് വൈസ് ആണോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ എക്സാമിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ മിക്സ്ഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻസ് ഫ്രം ഫിസിക്സ്, 50 ക്വസ്റ്റ്യൻസ് ഫ്രം കെമിസ്ട്രി, 50 ക്വസ്റ്റ്യൻസ് ഫ്രം ബയോളജി. അത് 50 എന്ന് പറഞ്ഞാൽ നമുക്ക് 100 ആക്കാം. പക്ഷെ നമുക്കത് ഡെയിലി ചെയ്യാൻ പാടായത് കാരണം നമ്മൾ ഇപ്പം 100 എന്നുള്ള ഒരു നമ്പർ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നിന്ന് ഡെയിലി ചെയ്ത് നമ്മളതിനെ 150 ആക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ദിവസത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും MCQ സോൾവിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ടൈം നിങ്ങൾ മാറ്റിവെക്കണം. ഓക്കെ, അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ. ഇപ്പം 120 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ 180 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് എക്സാമിന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു 10-50 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ നിങ്ങൾക്ക് മടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങൾ MCQ ഒരു 100 അങ്ങനെ ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ എക്സാം വരുമ്പോഴും അതേ രീതിയിൽ ഫോക്കസ് ചെയ്ത് മടുപ്പില്ലാതെ ചെയ്യാൻ പറ്റും. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു കഴിവുണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇത് പലർക്കും അറിഞ്ഞൂടാതെ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ MCQ സോൾവ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം മുതൽ ചെയ്തു തുടങ്ങാം. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ MCQs ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എക്സാം നടത്തുന്ന സമയത്ത് ആ എക്സാം പേപ്പർ തിരിച്ചു വന്നിട്ട് മസ്റ്റായിട്ടും റിവ്യൂ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് റിവ്യൂ ചെയ്യുന്നതിനാണ് നിങ്ങൾ MCQ സോൾവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് നിങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുന്നത്. അത് നിങ്ങൾക്ക് പോലും അറിയണ്ടാവില്ല ചിലപ്പോൾ. അത് പിന്നീട് നമ്മുടെ ജേണി അങ്ങോട്ട് പോയി പോകുന്ന സമയത്തായിരിക്കും അത് മനസ്സിലാവുന്നത്. ഓക്കെ, ഞാനിത് ചെയ്തത് കൊണ്ടാണ് എനിക്ക് അത്രയും ആ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റാക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് എനിക്ക് കറക്റ്റാക്കാൻ കഴിഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇന്ന് നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ല, ട്രസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് അത്ര വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആരും വന്ന് പറഞ്ഞു തരാൻ പോകുന്നില്ല. ഇതൊക്കെ ഒരു ടോപ്പ് സീക്രട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു എക്സാം നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന MCQs ജസ്റ്റ് ചുമ്മാ കണ്ണോടിച്ച് പോകുന്നതല്ല റിവ്യൂവിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശരിയായ ഉത്തരത്തിനേക്കാളും നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് പല കുട്ടികളും ഇന്ന് ചെയ്യാറില്ല. ഓക്കെ, ചുമ്മാ ഒന്ന് കണ്ണോടിച്ചു പോകും. ഓക്കെ, റിവ്യൂവിങ് കഴിഞ്ഞു. അങ്ങനെയല്ല, നമ്മൾ തെറ്റിയ ക്വസ്റ്റ്യൻസ് നോക്കുന്നു, എന്താണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് എന്ന് സ്വന്തമായിട്ട് അത് മനസ്സിലാക്കി അടുത്ത ചോദ്യത്തിലോട്ട് പോവുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് ശരിയാക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് അറിയാമെന്നുള്ളതായിരിക്കും, ചിലപ്പോൾ കറക്കി കുത്തി ശരിയാവുന്നതായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് അറിയാമെന്നുള്ളതാണെങ്കിൽ നാളെയും ഒരു എക്സാമിന് ആ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു രീതിയിൽ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് നാളെ ഒരു എക്സാമിന് വന്നു കഴിഞ്ഞാൽ ശരിയാകണം എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ആകേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് MCQ സോൾവ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ, എസ്പെഷ്യലി ബയോളജിയുടെ കാര്യം പറയുകയാണ്. ബയോളജിയിൽ പല കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ചില MCQs സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് കൺസെപ്റ്റിനേക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൊടിക്കൈ വിദ്യ ഉണ്ടാവണം നമുക്ക് ആ MCQ സോൾവ് ചെയ്യാനായിട്ട്. കാരണം ചില ക്വസ്റ്റ്യൻസ്, നമ്മൾ മനുഷ്യരല്ലേ, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓപ്ഷൻസ് കാണുമ്പോഴത്തേന് അയ്യോ ഇതായിരുന്നു. പെട്ടെന്ന് നിങ്ങളടുത്ത് ചോദിക്കുകയാണ് RQ വാല്യൂ ഓഫ് പ്രോട്ടീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം 0.4 ആണോ 0.7 ആണോ
കാരണം കാർബോഹൈഡ്രേറ്റ്സ് 1 ആണ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും, പക്ഷേ ഈ 0.4ഉം 0.7ഉം തമ്മിൽ തെറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചില എക്സാമ്പിൾസുകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു നിമോണിക്സിൻ്റെ ഒരു പേപ്പറോ ഒരു ഷീറ്റോ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം നമുക്ക് അത്രയും സമയമില്ല, കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ സമയത്തിൽ ഇനി ഇല്ലാത്ത പണി ഇനി ഇതിനെന്ത് നിമോണിക്സ് നമ്മൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കളയാനുള്ള സമയം ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്കൊരു കൺസെപ്റ്റ് പഠിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്കില്ല. അപ്പോൾ ഈ MCQ സോൾവിങ്ങിൽ നമുക്ക് പെട്ടെന്ന് ഒരു എക്സാമ്പിൾ കണ്ടു, ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് നമ്മളത് ക്ലിയർ ചെയ്യുവാണെങ്കിൽ, ആ ആൻസർ നമുക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഫിസിക്സും കെമിസ്ട്രിക്കും ലാഭിക്കാൻ പറ്റും അല്ലേ, കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ നിമോണിക്സുകളും അല്ലെങ്കിൽ അങ്ങനെ കൺസെപ്റ്റുകളൊന്നും പ്രോപ്പറായിട്ട് അറിയുന്ന ഒരു സെഗ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ ബൈ ഡോക്ടർ ഗോപികയിൽ ജോയിൻ ചെയ്യാം. അതിന് ചെയ്യേണ്ടത് യുവർ ക്വാറന്റൈൻ ടീച്ചർ ഒന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കാണാൻ പറ്റും. അതിൽ ഡെമോ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നത് കൺസെപ്റ്റും നിമോണിക്സും യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ആകും. കാരണം ഫെബ് ഫസ്റ്റ് വീക്കിന് മുമ്പ് ജോയിൻ ചെയ്യുവാണെങ്കിലാണ് നിങ്ങൾക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് യൂസ് ആകും, നിങ്ങൾ ധൈര്യമായി ജോയിൻ ചെയ്തോളൂ എന്ന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഫെബ് 5 മുതൽ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, റിവിഷൻ ക്ലാസ്സിൻ്റെ ബാച്ച്. അതായത് നമ്മുടെ +1 +2 നമ്മൾ 2 മന്ത്സിലാണ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതിന് നമ്മളൊരു പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ തരും. ആ ടൈം ടേബിളിനനുസരിച്ച് നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി 2 സൈക്കിൾ റിവിഷൻ നമുക്ക് ഒരു 2 ബാച്ചിൻ്റെ 2 സൈക്കിൾ റിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത് ആ സ്റ്റുഡൻസ് 3ാമത്തെ സൈക്കിളിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം. നിങ്ങൾക്ക് നിമോണിക്സുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് MCQ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ശരിക്കും മനസ്സിൽ പോലും ചിന്തിക്കാത്ത നിമോണിക്സുകളുമാണ്, അതല്ല ഞാൻ പറഞ്ഞത്, മനസ്സിൽ പോലും ചിന്തിക്കത്തില്ല എന്ന് പറയാം, ഇത്ര പെട്ടെന്ന് എനിക്കത് എക്സാമ്പിൾസുകളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ എന്ന് തന്നെ നിങ്ങൾ പിന്നീട് ആലോചിക്കും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വൈകിക്കരുത്. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ ഫെബ് 5 ശേഷമാണ് കാണുന്നതെങ്കിൽ ഈ കോഴ്സിൻ്റെ കാര്യം മറന്നേക്കുക. ഞാൻ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല പേഴ്സണലി. നിങ്ങൾക്ക് യൂസ് ആവുന്നത് മാത്രമേ എനിക്ക് നിങ്ങളുടെ പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി 4ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ MCQ സോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു OMR ഷീറ്റ് കയ്യിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ കാരണം MCQs നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാംസിലൊക്കെ ഓൺലൈൻ എക്സാംസുകൾ ചെയ്യുന്നവരുണ്ടാവും, ഓഫ്ലൈനും ഉണ്ടാവും. അപ്പോൾ ഓഫ്ലൈൻകാർക്ക് അവർക്ക് OMR ബബിൾ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടും, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അത് പറ്റാറില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ അത് പാടായിട്ട് തോന്നും, പക്ഷേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെ വന്നാലും നിങ്ങൾ ഓൺലൈനിലല്ല എക്സാം എഴുതാൻ പോകുന്നത്, നിങ്ങൾ മെയിൻ എക്സാം ഓഫ്ലൈനാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ OMR സോൾവിങ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. കാരണം അതിൽ ഒരു ബബിൾ നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ചിലപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞ ശേഷമായിരിക്കും അറിയുന്നത് തെറ്റിപ്പോയല്ലോ എന്ന്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ MCQ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ കൂടെ വെച്ചേക്കാം, അതായത് OMR പേപ്പർ കൂടെ വെച്ചേക്കാം. ആ OMR പേപ്പറിൽ നിങ്ങൾ 1 എന്ന് പറഞ്ഞ് ആൻസർ ചെയ്യുന്ന സമയത്ത് ഇതിലും ഇപ്പോൾ A ആണെങ്കിൽ നമ്മുടെ OMRലും കൂടെ A മാർക്ക് ചെയ്യുക. അതെന്ന് പറയുന്നത് നമ്മളിപ്പോഴേ ചെയ്ത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവസാന എക്സാമിൽ കയറുമ്പോൾ നമ്മൾ നെർവസ് ആവും, തെറ്റുമോ എന്ന് ആലോചിച്ച് നമ്മൾ തെറ്റിക്കും. അപ്പോൾ ഈ OMR ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ OMRൻ്റെ ഒരു പേപ്പർ കിട്ടുമല്ലോ, അതിൻ്റെ തന്നെ സെറോക്സ് എടുത്താൽ മതി. ഒരുപാട് അതിൻ്റെ പുറകെ പോകണ്ട, കയ്യിലൊരു OMR വേണം, അത്രയേ ഉള്ളൂ. അതിന് സെറോക്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, പുതിയത് തന്നെ എല്ലാം വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അത് വലിയൊരു പങ്ക് വഹിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ MCQ സോൾവിങ് സ്കില്ലിൽ. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഇനി 5ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ചില ബയോളജിയുടെ കാര്യമാണ് പറയുന്നത്, ചില NCERT ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ MCQs കാണുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് NCERTയിലുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് റിവ്യൂ ചെയ്യുന്ന സമയത്ത്.
അപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അത് എൻ സി ആർ ടിയിലുള്ളതാണെങ്കിൽ നിങ്ങൾ അതിന് ചെറിയൊരു ഒരു മാർക്ക് ചെയ്തിട്ടേക്കാം. കാരണം ചിലപ്പോൾ നമ്മൾ കാണാതെ പോയ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെ കാണാതെ പോയ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഈ MCQ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് NCERT ഓക്കെ ഇങ്ങനൊരു പുതിയ സംഭവം NCERT എന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്ന സാധനം നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം പിന്നീട് നമ്മൾ NCERT ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ചില ഒരുപാട് കുട്ടികൾ NCERT ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ച് ഇരിക്കുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് കയറി വരണമെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ മുന്നോട്ട് വരും? അപ്പോൾ നിങ്ങൾ പഠിച്ച സംഭവം തന്നെ പഠിച്ചു ഇരിക്കുന്നു, അതൊരു വലിയ നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ MCQs ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ സാധനം കണ്ടു, അത് മാർക്ക് ചെയ്തില്ല, അത് ജസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വിടുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മാർക്ക് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നാളെ അതേ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇവരെക്കാളും പിന്നിലോട്ട് പോകും. ഓക്കെ, അങ്ങനെ പിന്നിലോട്ട് പോകുന്ന നല്ലൊരു കാര്യമല്ലല്ലോ. നമ്മളതിനല്ലല്ലോ നമ്മളിപ്പോൾ ഇറങ്ങി തിരിച്ചത്. നമ്മൾ നമ്മുടെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടാണ് തിരിച്ചത്. അപ്പോൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വർക്ക് ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചൊരു തീരുമാനം തന്നെ എടുത്തിട്ടാണ് നിങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യോ വയ്യ എന്ന് ചിന്തിക്കേണ്ട കാര്യം ഇനിയില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലിനി കുറയ്ക്കലും കൂട്ടലും ഒന്നുമില്ല. കാരണം ഇതുവരെ നിങ്ങൾ MCQ സോൾവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സമയം അതിക്രമിച്ച് കഴിഞ്ഞു പോയി. ഓക്കെ, നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ MCQ സോൾവ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ഉണ്ടാക്കിയ കുറേ മിസ്റ്റേക്സുകളാണ് ഇതിൽ പലതും. നിങ്ങളും ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ലേറ്റർ നമ്മൾ റിയലൈസ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് റിസൾട്ട് ഉണ്ടാവാതെ പോയിട്ട് നമ്മൾ കുറേ കാരണങ്ങൾ പറഞ്ഞ് ഇതാണ് എനിക്ക് പറ്റിയത്, ഇതാണ് ഈ പ്രശ്നമാണ് എനിക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളെ കേൾക്കാനൊന്നും പോകില്ല. നമുക്ക് കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ള ഒറ്റ ചോദ്യത്തിന് മാത്രമേ നമ്മൾ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അവനവൻ്റെ മിസ്റ്റേക്സ് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നമ്മുടെ വിജയത്തിൻ്റെ ഒരു ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ മിസ്റ്റേക്സ് ഏതാണെന്നുള്ളത് MCQ സോൾവിൽ നിങ്ങൾ ഏതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ അവനവൻ്റെ തെറ്റുകൾ റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.